ഗേസ് നമ്മൾ ഇന്ന് വൈകുന്നേരം ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏത്തപ്പഴം കൊണ്ട് നമ്മുടെ മുഖം ഇങ്ങനെ ക്ലെൻസ് ചെയ്യാന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പച്ച ഏത്തപ്പഴത്തിൻ്റെ തൊലി അരച്ച് ഫേസ് പാക്ക് ഇടാറുണ്ട്. അതല്ലാതെ ഇതേപോലെ നമ്മൾ പഴുത്ത ഏത്തപ്പഴം നല്ലപോലെ പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പുഴുങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു തൊലി നമ്മൾ വെറുതെ കളയാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ തൊലി വെച്ചിട്ട് നമ്മുടെ മുഖം നല്ലപോലെ ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു തൊലി എടുത്ത ശേഷം ഇതേപോലെ ക്ലെൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ക്ലെൻസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തിന് നമ്മൾ ഒരു നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും നല്ല ഗ്ലോ ആവാനൊക്കെ ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യണത് നമുക്ക് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഒന്നും കളയാതെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പല്ല് തേക്കാനൊക്കെ ഏത്തപ്പഴത്തിൻ്റെ തൊലി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് പല്ലിൻ്റെ കറയൊക്കെ പോകാനും പല്ലിന് നല്ല കളർ വരാനൊക്കെ, അതേപോലെ നമ്മുടെ മുഖത്തിനും കളർ വരാനായിട്ട് പച്ച ഏത്തപ്പഴത്തിൻ്റെയും പുഴുങ്ങിയ ഏത്തപ്പഴത്തിൻ്റെ ഒക്കെ തൊലി അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി ഡെയിലി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തൊലി വെറുതെ കളയാതെ നിങ്ങളുടെ മുഖത്തിനും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ 1-2 വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ ഇതേപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആക്കിയിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ.